ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിർമ്മാണത്തിലിരുന്ന മതിൽ തകർന്ന് 3 കുട്ടികൾ മരിച്ചു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇന്നലെയായിരുന്നു ഇന്നലെ രാത്രിയിലായിരുന്നു ഈ സംഭവം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗ്രേറ്റർ നോയിഡയിൽ നിന്നും അച്യുതൻ നമുക്കൊപ്പം ചേരുന്നു. അച്യുതൻ, ഗുഡ് മോർണിംഗ്. അച്യുതൻ, ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി 7:30 ഈ അപകടം. ഞാൻ നിൽക്കുന്ന ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലെ ഒരു ഗ്രാമത്തിലെ ഈ നിർമ്മാണത്തിലിരുന്ന കെട്ടിടമാണ് ഇന്നലെ തകർന്നു വീണത്. ഈ കെട്ടിടത്തിനുള്ളിൽ കളിച്ചുകൊണ്ട് നിന്ന 8 കുട്ടികൾക്ക് മുകളിലേക്കാണ് ഈ കെട്ടിടം തകർന്നു വീണത്. ഇതിൽ 3 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. 3 കുട്ടികളെ ഈ അപകടത്തിൽപ്പെട്ട 8 കുട്ടികളെയും ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ഇതിൽ 3 കുട്ടികൾക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. രാവിലെ മുതൽ ഈ മേഖലയിലെല്ലാം ശക്തമായ മഴ തുടർന്നിരുന്നു. അതിനുശേഷമായിരുന്നു ഈ വൈകിട്ടോടുകൂടി 8 കുട്ടികൾ ഈ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് മുകളിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ഈ കെട്ടിടം തകർന്നു വീഴുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പൂർണ്ണമായും ഈ കെട്ടിടം തകർന്നു വീഴുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇരുമ്പ് കമ്പികളടക്കം കോൺക്രീറ്റ് ഫലകങ്ങളടക്കം ഉള്ള സാധനങ്ങളായിരുന്നു കുട്ടികൾക്ക് മുകളിലേക്ക് പതിച്ചത്. ഈ നിർമ്മാണം പൊതുവെ ഒന്ന് നോക്കുമ്പോൾ ചില അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണമാണെന്ന് പ്രാഥമിക ദൃഷ്ടിയിൽ തന്നെ പ്രകടമാകും. ഇഷ്ടികകൾ സ്ഥാപിച്ചിരിക്കുന്നതിൽ കൃത്യമായ ഒരു സിമന്റ് നിറച്ചോ ഒന്നുമല്ല എന്നുള്ളതും ദൃശ്യങ്ങളിൽ വ്യക്തമാകും. നമ്മളോടൊപ്പം ഇവിടുത്തെ ഗ്രാമവാസികളും ചേരുന്നുണ്ട്. അവരോട് തന്നെ ഈ വിഷയം എന്താണെന്ന് ചോദിച്ചറിയാം. भैया कल रात से क्या हुआ, कब से हुआ? ये कल शाम को ही 7:15 बजे के करीब हुआ। तो जैसे ही बच्चों ने शोर मचाया तो जो दीवार जैसे गिरी है तो उसमें आवाज़ आई। तो बच्चों ने देखा कि भाई क्या हुआ। तो उसने जब बच्चों ने आवाज़ मारी तो जब हम सभी जो यहाँ गांव के जो जितने भी यंग मैन थे वो सारे भाग के आए यहाँ पे। तो उन्होंने देखा, जब पूछा कि भाई इसमें कोई बच्चा तो नहीं है, तो पड़ोसियों ने बताया कि इसमें बच्चे खेल रहे थे। तो जब इसमें बच्चे खेल रहे थे तो हमने देखा कि भाई बच्चे दब भी गए होंगे इसमें। तो सारे बच्चे जो है वो मलबा फेंकने चालू कर दिया उन्होंने। और जैसे ही मलबा फेंका तो उसमें एक बच्चे का जो है सर दिखाई दिया। तो इसमें जो है कि भाई बच्चे दबे हुए हैं। तो जैसे ही मलबा हटाते रहे वैसे ही बच्चे निकलते रहे। तो उसमें से जो है 5 बच्चे जो है मौजूद पे एकदम तुरंत जो है निकाल लिए और उनको जो है फिर हॉस्पिटल में तुरंत भेज दिया गया। जैसे ही गाड़ी की जिसकी सुविधा हुई थी वो मोटरसाइकिल पे बाइकों पे जैसे भी उनको बच्चों को जो है हॉस्पिटल भेज दिया। उसके बाद में जो है थोड़ा शांत से हुआ कि देखा भाई बच्चे अब नहीं है इसमें। तो उसके बाद में जो एक बच्चे के अंदर से मलबे में से रोने की आवाज़ आई। तो उसके बाद में जो फिर मलबा हटाया तो उसमें से फिर 3 बच्चे और निकले जिनके को ज़्यादा गंभीर हालत थी। और 2 बच्चे तो बिल्कुल ऐसे थे कि जिनका जो है मतलब जमीन में जो है मुंह धंसा हुआ था, सांस नहीं आ रहा था उनको। तो बिल्कुल एकदम वो जो है इस टाइम जो है बिल्कुल ख़त्म थे। तो फिर भी जो है वो बच्चों को उठा के नवीन हॉस्पिटल में ले गए। ഡൽഹിയിൽ നിന്നും അച്യുതനാണ് നമുക്കൊപ്പം ചേർന്നത്. ജയകുമാറാണ് നേരത്തെ ഉപ്പുമുളകിൻ്റെ കാര്യം പറഞ്ഞത്. ഉപ്പുമുളകും 3-ാം സീസൺ സൂപ്പർ ഹിറ്റാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ഇന്നും രാത്രി 7 മണിക്ക് നിങ്ങൾക്ക് ഉപ്പുമുളകും കാണാം. തിങ്കൾ മുതൽ ശനി വരെയാണ് രാത്രി 7 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നത്. ചിലരൊക്കെ പറയുന്നുണ്ട് നല്ല സന്ദേശമാണ് ഉപ്പുമുളകിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നതെന്ന്.